അവിവാഹിത എന്ന നോവലിൻ്റെ 11ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങളായി അലഞ്ഞു നടന്ന ഒരു മനുഷ്യൻ്റെ തിരിച്ചുവരവ്. രമേഷിൻ്റെ മനസ്സിൽ അയാളോടുള്ള ഭയം. നന്ദിനിയുടെ ജീവിതം മാറ്റിമറിക്കാവുന്ന ഒരു സംഭവം. നമുക്ക് കഥ കേട്ടാലോ? രമേഷിൻ്റെ അമ്മ വീണയ്ക്ക് തൻ്റെ മകനും നന്ദുവും തമ്മിലുള്ള ബന്ധത്തെ ലാഘവ ബുദ്ധിയോടെ കാണാൻ കഴിഞ്ഞില്ല. അവരുടെ ഈ പോക്ക് പോയാൽ തൻ്റെ മകൻ അവളെ ഭാര്യയാക്കേണ്ടി വരും. അത്രയും കടന്നു ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാലും അവർ അങ്ങനെ ചിന്തിച്ചു. അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് അവരുടെ മനസ്സ് ശക്തമായി അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. എങ്ങനെയെങ്കിലും ആ ബന്ധം അവസാനിപ്പിക്കാൻ അവർ തീവ്രമായി ആഗ്രഹിച്ചു. അതിനായി അവർക്ക് അറിവുള്ള വഴികളെല്ലാം തേടുകയും ചെയ്തു. മനസ്സിൽ തോന്നിയ വഴികളൊന്നും ഫലപ്രദമായി അവർക്ക് തന്നെ തോന്നിയില്ല. ചിലതിലൊക്കെ അവർക്ക് വിജയിക്കാൻ കഴിയും. എന്നാൽ നിയമത്തിൻ്റെ മുൻപിൽ കുറ്റവാളിയായി ജയിലിൽ പോകേണ്ടി വരും. മറ്റു ചിലതിൽ ആണെങ്കിൽ വിജയമുണ്ടാകും. എങ്കിൽ പോലും അത് രമേഷിൻ്റെ ഇപ്പോഴത്തെ രോഗാവസ്ഥയെ അത്ര ഗുണകരമായി ബാധിക്കില്ല. വെളുക്കാൻ തേച്ചത് പാണ്ടാകും. അതുകൊണ്ട് അതും വേണ്ട. ഇപ്പോൾ അവന് ഉണ്ടായ പുരോഗതി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്താലോ? അതും അവർക്കിഷ്ടമല്ല. നേരിട്ട് താൻ ഇടപെടാതെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും അവളെ ഒഴിവാക്കുകയായിരുന്നു വേണ്ടത്. ഇപ്പോഴത്തെ നിലയിൽ ആ വീട്ടുകാർക്ക് അവളെക്കൊണ്ട് വലിയ ഉപകാരമാണ്. യാതൊരു തരത്തിലുള്ള പ്രതിഫലവും അവൾക്ക് കൊടുക്കേണ്ട. എന്നാൽ അവളെക്കൊണ്ട് അവൾക്ക് കഴിയുന്നതിലപ്പുറവും ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അവളെ അവിടെ നിന്നും ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് ആ മാർഗവും വിജയിക്കില്ല. നിരന്തരമായി പരിശ്രമിക്കുന്നവൻ വിജയിക്കും എന്നാണല്ലോ പ്രമാണം. അതുപോലെ തന്നെ ഒരിക്കൽ തനിക്കും വിജയം ഉറപ്പാണ് എന്ന ചിന്തയിലായിരുന്നു വീണയുടെ മുൻപോട്ടുള്ള ഓരോ നിമിഷവും. നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കാം. വീണയുടെ അച്ഛൻ പത്മനാഭൻ നമ്പ്യാരുടെ ഇരട്ട സഹോദരനായിരുന്നു പവിത്രൻ. ഒരു പ്രത്യേകതരം സ്വഭാവക്കാരനായിരുന്നു അയാൾ. സ്വന്തം ജാതിപ്പേര് പേരിനോട് ചേർത്ത് പറയുന്നത് അയാൾക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അയാൾ ഒരിക്കൽ പോലും പവിത്രൻ നമ്പ്യാർ എന്ന് പറയാൻ തയ്യാറായില്ല. പവിത്രൻ എന്ന് മാത്രം വിളിക്കപ്പെടാനാണ് അയാൾ ആഗ്രഹിച്ചത്. അതയാളുടെ എളിമയാണോ എന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം. സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരുമായി തീർത്തും ഒത്തുപോകാത്ത പ്രകൃതക്കാരനായിരുന്നു അയാൾ. ഒരുമാതിരി മെരുങ്ങാത്ത കാള. ഏകാന്ത ജീവിത പ്രവണതക്കാരനായിരുന്നു അയാൾ എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. ആ ധാരണ ശരിയായിരിക്കുമോ? അയാൾ വിവാഹം കഴിച്ചിട്ടില്ല. എന്നാൽ സന്യാസിയുമല്ല. സ്വത്തിനോടോ ഇഹലോകത്തോടോ യാതൊരു തരത്തിലുള്ള വിരക്തിയും ഉള്ളതായി ആർക്കും തോന്നിയിട്ടില്ല. എന്നാൽ ഇഹലോകത്തിനോടോ സമ്പത്തിനോടോ വലിയ ആസക്തിയുമില്ല. എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത് എന്ന് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. തനിക്ക് വിവാഹം വേണ്ട എന്ന് കർശനമായി പറയുക മാത്രമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. അയാളുടെ പ്രവൃത്തികളും രീതികളും എല്ലാം അത്ഭുതകരമായിട്ടാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. ചെറിയ കുട്ടികളോടാണെങ്കിലും അയാളുടെ പെരുമാറ്റ രീതികൾ പ്രത്യേക രീതിയിലായതുകൊണ്ട് ചെറുപ്പത്തിൽ വീണയ്ക്ക് പോലും തൻ്റെ ഇളയച്ചനോട് അത്രയൊന്നും അടുപ്പമുണ്ടായിരുന്നില്ല. അതുതന്നെയായിരുന്നു അവിടങ്ങളിലുള്ള ചെറിയ കുട്ടികളിൽ പലരുടെയും അനുഭവം. അവർക്കാർക്കും
അയാളുടെ നോട്ടവും സ്പർശനവും ഒന്നും അത്രയൊന്നും സുഖകരമായി തോന്നിയിട്ടില്ല. എന്നാലും ആ കാലഘട്ടത്തിലായതുകൊണ്ട് അധികമാരും മൂത്ത ഒരാളെക്കുറിച്ച് എതിർത്തു പറഞ്ഞില്ല. പറഞ്ഞാലും വീട്ടിലാരും അംഗീകരിക്കുകയുമില്ല. ഇന്നായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അതിനുശേഷം എപ്പോഴോ അയാൾ നാട് വിട്ടുപോയി. വീണ പഠിക്കുന്ന കാലത്തും വളർന്ന് യൗവനയുക്തയായ കാലഘട്ടത്തിലും ഒന്നും അവളുടെ ഇളയച്ചൻ നാട്ടിലുണ്ടായിരുന്നില്ല. എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ ആർക്കും ഇളയച്ചനുമായി യാതൊരു ആശയവിനിമയവും നടത്താൻ കഴിയില്ലായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം വീണയുടെ വിവാഹം നടന്ന സമയത്തും പവിത്രൻ സ്ഥലത്തില്ല. അപ്രാവശ്യം അയാൾ നാട് വിട്ടു പോയിട്ട് തിരിച്ചു വന്നത് 10 വർഷത്തിന് ശേഷമാണ്. അപ്പോഴേക്കും വീണ രമേഷിന് ജന്മം നൽകി കഴിഞ്ഞിരുന്നു. ആ പ്രാവശ്യം പവിത്രൻ വരുന്നതിന് മുൻപ് തന്നെ വീണയുടെ അച്ഛൻ്റെ വീട്ടിലെ സ്വത്തുകൾ ഓഹരി വച്ചിരുന്നു. വീണയുടെ അച്ഛന് ലഭിച്ച അത്രയും തന്നെ ഓഹരി പവിത്രനും നീക്കിയിട്ടിരുന്നു. ആ സ്ഥലം കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. പവിത്രൻ വന്നതിന് ശേഷം ആ പുരയിടം തെളിച്ച് വൃത്തിയാക്കി. അത്രയും കണ്ടപ്പോൾ പ്രതീക്ഷകൾക്ക് ചിറകുമുളച്ച വീണയുടെ അച്ചമ്മയും അച്ചച്ചനും വളരെ സന്തോഷിച്ചു. തങ്ങളുടെ മകൻ യാത്ര മതിയാക്കി സ്ഥിരമായി അവിടെ വീട് വെച്ച് താമസിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ പവിത്രൻ്റെ ചിന്താഗതി അതൊന്നുമായിരുന്നില്ല. അവിടെ ഒരു വീട് വെച്ച് സ്ഥിരമായി താമസിക്കാൻ പവിത്രൻ്റെ മാതാപിതാക്കൾ ആകുന്നതും പോകുന്നതും അയാളോട് പറഞ്ഞു നോക്കുകയും ചെയ്തു. പക്ഷെ അയാളത് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, ആ സ്വത്തുകൾ മുഴുവൻ കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് വീണ്ടും അടുത്ത ദേശസഞ്ചാരത്തിന് പോവുകയാണ് ചെയ്തത്. എവിടേക്കാണ് പോകുന്നത് എന്നോ എവിടെയാണ് താമസിക്കുന്നത് എന്നോ അയാൾ നാട്ടിൽ ഒരാളോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി അയാൾ എന്ന് തിരിച്ചു വരും എന്ന് ആർക്കും തന്നെ അറിയുകയുമില്ല. അതിനുശേഷം രമേഷ് ചെറുപ്പമായിരിക്കുമ്പോഴാണ് പവിത്രൻ നാട്ടിൽ വന്നത്. രമേഷിൻ്റെ കൈപിടിച്ച് അമ്പലങ്ങളിലും കാവുകളിലുമൊക്കെ അയാൾ കൊണ്ടുപോകുമായിരുന്നു. രമേഷിന് ഇളയച്ചനെ വലിയ ഇഷ്ടവുമായിരുന്നു. പക്ഷേ കുറഞ്ഞ നാളിനുള്ളിൽ അയാൾ പിന്നെയും പോയി. അയാൾ ഇവിടെ നിന്നും പോയി കഴിഞ്ഞതിന് ശേഷമാണ് രമേഷിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. ഇപ്പോഴുള്ള മാനസിക അസുഖത്തിൻ്റെ ചെറിയ തോതിലുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് ആദ്യം കണ്ടു തുടങ്ങിയത്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അവനോടിച്ചാലും ഒന്നും മനസ്സിലാവുകയുമില്ല. ഡോക്ടറാണ് പറഞ്ഞത് എന്തോ കണ്ട് ഭയന്നതാണ് അവൻ്റെ രോഗകാരണം എന്ന്. പക്ഷേ എന്ത് കണ്ടിട്ടാണ് ഭയന്നതെന്ന് ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാൻ രമേഷിനോ വീട്ടുകാർക്കോ കഴിഞ്ഞില്ല. അന്നു മുതൽ തുടങ്ങിയ ചികിത്സയാണ്. ഇളയച്ചൻ വീണ്ടും വന്നിരുന്നെങ്കിൽ അന്ന് ഭയമുണ്ടായതിൻ്റെ കാരണം പിടികിട്ടും എന്ന് കരുതിയിരിക്കുകയായിരുന്നു വീണ. കുറേ കാലം അതിനായി കാത്തിരുന്നു. പിന്നെ ആ കാര്യം വീണയും മറന്നു. അങ്ങനെ ഇരിക്കെ ഇളയച്ചൻ നാട്ടിൽ വന്നിട്ടുള്ള വിവരം വീണയ്ക്ക് ലഭിച്ചു. അങ്ങോട്ട് പോയി ഇളയച്ചനെ കാണാൻ മാത്രം ഒന്നും ഉള്ള താല്പര്യം വീണയ്ക്കുമില്ല. അതിനു മാത്രമുള്ള അടുപ്പവും അവർ തമ്മിലില്ല. അതുകൊണ്ട് തന്നെ വീണ ഇളയച്ചനെ കാണാനായി വീട്ടിലേക്ക് പോയില്ല. മിക്കവാറും ഇളയച്ചൻ്റെ സ്വഭാവത്തിന് അവിടെ വന്നാൽ തൻ്റെ അടുത്തുകൂടി വരേണ്ടതാണ്. അങ്ങനെ വരികയാണെങ്കിൽ കാണാം, അല്ലാതെ അങ്ങോട്ട് പോയി കാണേണ്ട കാര്യമൊന്നുമില്ല എന്നായിരുന്നു വീണയുടെ വിചാരം.
ഇളയച്ചൻ്റെ കയ്യിലിരിപ്പിനെ പറ്റി വീണയ്ക്കും അറിയാമല്ലോ. വീണ വിചാരിച്ചതുപോലെ തന്നെ പവിത്രൻ അവരുടെ വീട്ടിലേക്ക് വന്നു. രമേശിന് ഇളയച്ചനോട് നേരത്തെ ഉണ്ടായിരുന്നതുപോലുള്ള അടുപ്പമൊന്നും ഇപ്പോൾ കാണാനില്ല. കാരണം എന്തായിരിക്കുമെന്ന് അവർ ആലോചിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നതുമല്ല. ഇളയച്ചനോട് രമേശിന് ഭയമുള്ളതുപോലെയാണ് തോന്നുന്നത്. സംസാരിക്കാൻ മടിച്ച് മാറി നിൽക്കുകയായിരുന്നു രമേശ്. അവനെ വീണ തന്നെയാണ് നിർബന്ധിച്ച് ഇളയച്ചൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോഴും അവൻ ഭയപ്പെട്ടിരുന്നതുപോലെയാണ് തോന്നുന്നത്. ഇവന് ഇളയച്ചനോടെന്തോ ഭയമുള്ളതുപോലെയാണല്ലോ തോന്നുന്നത്. ഞങ്ങൾക്കാർക്കുമില്ലാത്ത ഭയം ഇവന് മാത്രം എങ്ങനെ ഉണ്ടായി എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയാത്തത്. അയാൾ വെറുതെ ഒന്ന് ചിരിച്ചത് മാത്രമേ ഉള്ളൂ. അയാൾക്ക് എന്തെങ്കിലും പറയാൻ കാണുമായിരിക്കും, പറയാത്തതാണ്. എന്നിട്ട് കൈകാട്ടി വിളിച്ചിട്ടും രമേശ് മാറി നിൽക്കുകയാണ് ചെയ്തത്. എപ്പോഴെങ്കിലുമൊക്കെ കണ്ടാൽ പിന്നെ കുട്ടികൾ അടുപ്പം കാണിക്കുമോ വീണേ? എന്നും കാണുന്നവരോടല്ലേ കുട്ടികൾക്ക് സ്നേഹമുണ്ടാവുകയുള്ളൂ. ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിന്ന് സ്ഥിരമായി അവനെ കണ്ടാൽ ഞങ്ങൾ തമ്മിൽ പഴയതുപോലെ ചങ്ങാതിമാരാകും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. അവൻ്റെ ചികിത്സ നടക്കുന്ന കാര്യവും ചികിത്സയിൽ പുരോഗതിയുള്ള കാര്യവും അതിൻ്റെ കാരണവും എല്ലാം വീണ ഇളയച്ചനോടും പറഞ്ഞു. അയാൾക്കതിൽ വലിയ താല്പര്യമൊന്നുമുള്ളതായി തോന്നിയില്ല കേട്ടോ. കൂടുതൽ സമയമൊന്നും വീട്ടിൽ നിൽക്കാതെ അന്ന് അയാൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇളയച്ചൻ പോയി കഴിഞ്ഞ് വീണ രമേശിനോട് ചോദിച്ചു. ഇളയച്ചൻ വന്നിട്ട് നീ എന്താ കുഞ്ഞേ ഒന്നും സംസാരിക്കാതിരുന്നത്? ഇളയച്ചന് എന്ത് വിഷമമുണ്ടായിട്ടുണ്ടാകും? എത്രയോ അകലെ നിന്നും വന്ന് നിന്നെ കാണാനായി മാത്രം ഇവിടെ വരെ വന്നിട്ട് നീ സംസാരിക്കാതിരിക്കുന്നത് ശരിയാണോ? എനിക്ക് ഇളയച്ചനെ ഭയമാണ്, അതാണ് ഞാൻ സംസാരിക്കാത്തത്. ഇളയച്ചൻ എന്തിനായി എന്നെ കാണാൻ വരുന്നത്? എനിക്ക് ഇളയച്ചനെ ഇഷ്ടമല്ല. ഇനി കൂടെ ചെല്ലാൻ പറഞ്ഞാലും ഞാൻ പോവുകയുമില്ല. ഭയത്തിൻ്റെ കാരണം എന്താണ് എന്ന് അന്നും വീണ ചോദിച്ചു. എത്ര ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണോ അല്ലയോ എന്ന് പോലും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, അവനെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ഈ കാര്യം പറയാം. ഡോക്ടർ തന്ത്രപരമായി ചോദിച്ച് അതിൻ്റെ കാരണം കണ്ടുപിടിച്ചുകൊള്ളും. ഇങ്ങനെയൊരു അസുഖം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് പലതരത്തിലും ഡോക്ടർ തങ്ങളോട് ചോദിച്ചതാണ്. അന്നേരം ഇളയച്ചൻ്റെ കാര്യം ഓർമ്മ വന്നില്ല. ഇപ്പോഴല്ലേ കൃത്യമായ കാര്യം ഓർമ്മ കിട്ടുന്നത്? രമേശിന് തൻ്റെയോ അവൻ്റെ അച്ഛൻ്റെയോ ബന്ധത്തിൽപ്പെട്ട വേറെ ആരോടും തന്നെ ഇത്രയും ഭയമില്ല. ആകെ അങ്ങനെയുള്ളത് ഇളയച്ചനോട് മാത്രമാണ്. അപ്പോൾ അതിലെന്തെങ്കിലും കാരണം കാണുമായിരിക്കും. എന്താണെന്ന് ഒന്നുകിൽ രമേശ് പറയണം, അല്ലെങ്കിൽ ഇളയച്ചൻ പറയണം. രണ്ടുപേരും തമ്മിൽ ആദ്യം വലിയ ഇഷ്ടമായിരുന്നല്ലോ. നന്ദിനി വന്ന് അവളോട് സംസാരിച്ചപ്പോൾ ഉണ്ടായ പുരോഗതിയൊക്കെ ഇളയച്ചൻ വന്നതോടെ ഇല്ലാതെയായതുപോലെയാണ് തോന്നുന്നത്. അതോർത്തപ്പോൾ വീണയ്ക്ക് വിഷമം തോന്നി. ഇളയച്ചൻ വീട്ടിലുണ്ടായിരുന്ന സമയത്തൊന്നും നന്ദിനിയോ അവരുടെ വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലുമോ അങ്ങോട്ട് വന്നുമില്ല. അതുകൊണ്ട് അവർക്ക് ഇളയച്ചനെ പരിചയപ്പെടാനുള്ള സൗകര്യം ഇല്ലാതെ പോയി. ആ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നന്ദിനി വന്നുള്ളൂ. നന്ദിനിയോട് രമേശ് വളരെ കുറച്ചു മാത്രമേ അന്ന് സംസാരിച്ചുള്ളൂ എന്ന് അന്ന് പോകാൻ സമയം അവൾ വീണയോട് പറഞ്ഞു.
അവന് എന്തു പറ്റിയെന്നറിയില്ല അമ്മേ. അവൻ ഇന്ന് എന്നോടും ഒട്ടും തന്നെ സംസാരിച്ചില്ല. ഞാൻ ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞതല്ലാതെ ഇങ്ങോട്ട് ചോദിക്കാനൊന്നും അവൻ തയ്യാറായിരുന്നില്ല. അവനിൽ എന്തോ മാറ്റം കാണുന്നുണ്ട്. അവൻ മാറണമെന്നും നിന്നിൽ നിന്നും അകലണം എന്നുമാണ് മോളെ എൻ്റെ ആഗ്രഹം. അവൻ്റെ അസുഖം ഭേദമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നിന്നോടുള്ള അവൻ്റെ അമിതമായ അടുപ്പം ഇല്ലാതെ ആകണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നീ അവൻ്റെ നന്മ കൂടുതൽ ആഗ്രഹിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. ചിന്തിക്കുന്നത് പോലെ അല്ലല്ലോ ഒരിക്കലും വീണ സംസാരിക്കുന്നത്. അവന് പ്രത്യേകിച്ചിപ്പോൾ എന്തു പറ്റാൻ? ഇന്നലെയും അവന് സംസാരം കുറവായിരുന്നു. ഇനി ഇപ്രാവശ്യം ചികിത്സയ്ക്ക് പോകാനുള്ള സമയമായല്ലോ. അതുകൊണ്ടെങ്ങാനുമാണോ എന്ന് അറിയില്ല. ഞാൻ പ്രത്യേകം അതിനെപ്പറ്റി കൂടുതലൊന്നും ചോദിച്ചില്ല. അവർക്ക് അവനെ ചികിത്സിച്ച് ഭേദമാക്കണം എന്ന താല്പര്യമില്ല എന്ന് പലപ്പോഴും നന്ദുവിന് തോന്നിയിട്ടുണ്ട്. അവൾ പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. എന്നാണ് ചികിത്സയ്ക്ക് പോകുന്നതെന്നും അവൾ അറിഞ്ഞില്ല. അതിൻ്റെ പിറ്റേ ആഴ്ച ഒരു ദിവസം ഒഴിവ് കിട്ടിയപ്പോൾ നന്ദിനി രമേശിനെ കാണാനും അവനോട് സംസാരിക്കാനുമായി അവരുടെ വീട്ടിലേക്ക് വന്നു. ഇങ്ങോട്ട് വരുമ്പോഴും അവളുടെ മനസ്സിൽ അവളോട് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന രമേശിൻ്റെ മുഖമായിരുന്നു. അവളുടെ ചുണ്ടിലും ചെറുതായി ചിരി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്നു വന്ന അവൾ അവരുടെ വീട്ടിൽ എത്തി. വീട്ടിൽ ആരുമുള്ളതായി തോന്നുന്നില്ല. ഇനി രമേശ് മാത്രമാണ് വീട്ടിലുള്ളത് എങ്കിൽ അവൻ പുറത്തേക്കിറങ്ങുന്നത് വളരെ കുറവായിരിക്കും. ആ പ്രതീക്ഷയിൽ നന്ദിനി വീടിനകത്ത് കയറി. രമേശിനെയും അവൻ്റെ അമ്മയെയും വിളിച്ചെങ്കിലും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഇവിടെയെങ്ങും ആരുമില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അന്ന് രമേശിൻ്റെ അമ്മ പറഞ്ഞതുപോലെ ഡോക്ടറെ കാണാൻ പോയതാണോ എന്ന് പറയാൻ പറ്റില്ല. എവിടെയെങ്കിലും പോയെങ്കിൽ വീടടയ്ക്കാതെ പോകില്ലല്ലോ. എന്നാ പറ്റി കാണും? ഇത്രയും തനിയെ പറഞ്ഞിട്ട് നന്ദിനി തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിൽ പുറത്തേക്ക് നടന്നു. ഹാളിൽ നിന്നും സിറ്റൗട്ടിലേക്ക് ഇറങ്ങാനുള്ള വാതിൽക്കൽ ചെന്നപ്പോൾ വാതിൽ അടഞ്ഞു നിൽക്കുകയാണ് രമേശിൻ്റെ അച്ചച്ചൻ. അവൾ ഞെട്ടി പിന്നോട്ട് മാറാൻ നോക്കി. അത് രമേശിൻ്റെ അച്ചച്ചൻ തന്നെ ആയിരിക്കുമോ? അതോ? നന്ദിനിയുടെ കഥ അടുത്ത ടേണിംഗ് പോയിന്റിലേക്ക് നീങ്ങുകയാണോ? വായിച്ചു നോക്കണേ. നന്ദിനിയുടെ മുൻപിൽ വഴിതടഞ്ഞു നിൽക്കുന്നത് രമേശിൻ്റെ അച്ചച്ചനാണോ? അതോ മറ്റാരെങ്കിലുമോ? ആ കൂടിക്കാഴ്ച കഥയെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക? അയാളുടെ ഉദ്ദേശം നല്ലതായിരിക്കുമോ? അങ്ങനെയെങ്കിൽ തടയേണ്ട ആവശ്യമുണ്ടോ? അറിയാൻ അടുത്ത ഭാഗം കാണാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കില്ലല്ലോ.